ഞാനത് തന്നാലേ വേറെന്തെങ്കിലും വേണമെന്ന് നീ പറയോ? ഇല്ല റബ്ബേ, എനിക്കൊന്നും വേണ്ട, ഞാൻ ചോദിക്കൂല. ഗൾഫിലേക്ക് പോകുന്നവരുണ്ട്, ഉദാഹരണം അങ്ങനെ പറയല്, ഒരു വിസിറ്റ് കിട്ടിയാൽ മതി. എങ്ങോട്ട്? ഗ്രോസറി ആയാലും കുഴപ്പമില്ല, റെസ്റ്റോറന്റ് ആയാലും കുഴപ്പമില്ല, കഫ്റ്റീരിയ ആയാലും, എനിക്കൊരു വിസ കിട്ടിയാൽ മതി, ഞാൻ പിന്നൊന്നും പറയില്ല. അങ്ങനെ വിസ മതി എന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് അവിടെ എത്തിയിട്ട് കോലം പറഞ്ഞോലല്ലേ. ആ ഒരു കളിയാണ് ഇപ്പൊ കളിക്കാൻ പോണത് ഇയാള്. ചോദിക്കൂല പഠിച്ചോനെ, വേറൊന്നും ചോദിക്കൂല. അങ്ങനെ ആ വൃക്ഷത്തിന്റെ അരികത്തേക്കിരുന്നു. അപ്പൊ അങ്ങനെ അപ്പുറത്തേക്ക് വീണ്ടും നോക്കുമ്പോ ഇതിനേക്കാളും വലിയൊരു വൃക്ഷമുണ്ട്. അല്ലാഹുവേ, പടച്ചോനെ, ഞാൻ അവിടെ ചെന്ന് തണൽ കാഞ്ഞോട്ടെ. ഇമാം ബുഖാരി തങ്ങൾ തിരുത്തിയ ഹദീസാണിത്. അല്ലാഹു പറയും, നമ്മൾ തമ്മിൽ കരാറുണ്ട്, ഇനി ചോദിക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അറിഞ്ഞോളാം, കുറച്ചൊരു 1500 കിട്ടണ്ടേ, എന്നാലല്ലേ നിൽക്കാൻ പറ്റുള്ളൂ, ഈ വിസ ശരിയാവില്ല. 1500 എത്തി. അപ്പൊ അള്ളാഹു പറയും, ചോദിക്കൂല എന്ന് പറഞ്ഞിട്ടില്ലേ? അല്ലാഹുവേ, വല്ല കുഴപ്പവുമുണ്ടോ? നീ കാരുണ്യവാന്മാരിൽ കാരുണ്യവാനല്ലയോ? നിനക്കൊരു നഷ്ടവും വരുന്നില്ലല്ലോ പടച്ചവനെ, നിനക്കത് തന്നുകൂടെ? ഞാൻ തരാം, കൊണ്ട് ചോദിക്കോ? ഇല്ല റബ്ബേ, ഇനി ഒന്നും ചോദിക്കൂല, മതി മതി, ഇത്രയേ മതി, എന്നാ പോയിക്കൊന്നു. അവിടെ ചെന്നപ്പോൾ ഒരൽപ്പം കൂടെ പുറത്ത് മറ്റൊരു വൃക്ഷം കൂടെ ഇരിക്കുന്നുണ്ട്. പടച്ചവനെ, അതിന്റെ അരികത്തുകൂടെ അങ്ങോട്ടടുത്തേക്കാക്കി തരുമോ? അല്ലാഹുവിന്റെ മറുപടി ഇതേപോലെ, എന്നോട് എന്തൊക്കെയോ കരാറ് പറഞ്ഞിട്ട് വാക്ക് പാലിക്കുന്നില്ല കേട്ടോ. പടച്ചോനെ, നീ കാരുണ്യവാനല്ല റബ്ബേ, നിനക്ക് തന്നൂടെ, ഞാനിപ്പോ അത് പറഞ്ഞാലും സാരല്ലല്ലോ. അറബാക്കന്മാരുടെ കൈയും കാലം പിടിച്ചിട്ട് തമാശ പറയില്ലേ, ഒന്ന് തന്നൊക്കെ റിലീസ്, എന്നെ പിടിച്ച് കെട്ടിട്ട് നിങ്ങൾക്ക് വേറെ ആളെ കിട്ടുമല്ലോ ഇന്ത്യന്ന്, ഞാൻ പോട്ടെ എന്നൊക്കെ ചോദിക്കണ പോലെ അള്ളാഹുവിനോട് പറയാണ് റബ്ബേ. മനുഷ്യന്മാരുടെ ആർത്തിയുടെ ഒരു ചിത്രമാണെന്ന ഈ ഹദീസ്. നമുക്ക് ഇത്ര മതി എന്നൊക്കെ പറയും, പിന്നെ അത് മതിയാവില്ല. അങ്ങനെ നമ്മൾ ആദ്യം ഈ വാടക പേരേക്ക് താമസിക്കുന്നവരെന്താ ചിന്തിക്കുക? ഒരു 3 സെന്റ്, 5 വേണ്ട, 3 സെന്റ് അല്ലാ സ്വന്തമായി. എന്താ 3? ഒരു 5 വേണ്ടേ? ഒരു കൂര മതി, ഒരു കൂര. എന്നാൽ അവനെന്തെന്ന് പറയല, വാടക കൊടുക്കാതെ ആക്കി എത്തി, പിന്നെ അതൊന്നും മതിയാവൂല. മനുഷ്യന്റെ സ്വഭാവം അങ്ങനെയാണെന്നാ. ഞാൻ നിങ്ങളെ കയ്യിൽ പെട്ട തന്നെയാണ്. ഞാനിത് പെട്ടതായിരിക്കും, നിങ്ങളെ ഉഷാറായിരിക്കും. മനുഷ്യ സ്വഭാവം അങ്ങനെയാണെന്നാ അല്ലേ? നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ. അള്ളാഹുവിന്റെ മറുപടി, മനുഷ്യ, നിനക്കത് ഞാൻ തന്നാൽ നീ വേറെ എന്തെങ്കിലും എന്നോട് ചോദിക്കുമോ? ഇല്ല പടച്ചവനെ, ഞാൻ ചോദിക്കൂല കേട്ടോ. അള്ളാഹുവിനോട് മറുപടി. അപ്പോഴാണ് ആളുകളുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. വല്ല ഗാലറിയിൽ കളിയൊക്കെ നടക്കുന്നുണ്ടല്ലോ, ഒരു ആരവം കേൾക്കും. പടച്ചോനെ, ഇവിടെ കുറെ മനുഷ്യന്മാരുണ്ടല്ലോ ഞാനല്ലാത്ത, അവരുടെ അടുത്തുനിന്ന് പോയിക്കോട്ടെ. അള്ളാഹുവിന്റെ മറുപടി, നിനക്ക് അവിടെ പോകാം. അതിന് പടച്ചോൻ, എനിക്ക് അവിടെ സീറ്റ് ഉണ്ടാവില്ലല്ലോ. ആളുകൾ അവരുടെ സീറ്റൊക്കെ പിടിച്ചിട്ടുണ്ടാവുമല്ലോ, എനിക്കവിടെ സ്ഥലമുണ്ടോ? സ്വർഗം എന്നത് ലോകങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്വർഗം എന്തല്ല ചെറിയൊരു റൂമോ ബിൽഡിംഗ് ഒന്നും അല്ല, സ്വർഗം ലോകങ്ങളാണ്. നോക്കണം അള്ളാഹു കൊടുക്കുന്നത്. അള്ളാഹു പറയും, നീ എന്തിനെ പേടിക്കണം? നീ ജീവിച്ച ലോകം നിനക്ക് ഓർമ്മയുണ്ടോ? ഭൂമിയിലെ ലോകം ഓർമ്മയുണ്ട് പടച്ചോനെ? ഞാൻ നിനക്ക് ഭൂമിയെക്കാളും 2 ഇരട്ടി വരുന്നത് ഈ ലോകവും അതിനോടൊപ്പം അത്രത്തോളം നിനക്ക് ഞാൻ തന്നാൽ നിനക്ക് തൃപ്തിയാകുമോ? ഇതങ്ങോട്ട് പറഞ്ഞപ്പോഴേ ഇയാളൊരു ചോദ്യം ചോദിച്ചു. അതിലാ നബി തങ്ങൾ ചിരിച്ചത്. ആ മനുഷ്യൻ പറഞ്ഞു, അത്തസ്തഹ്സിഉ ബി വഅൻത റബ്ബുൽ ആലമീൻ. കയറിയിരിക്കാൻ ഒരു സീറ്റ് വേണമെന്ന് ചോദിച്ച എന്നോട് ഈ ലോകവും അതിനോളം വലുപ്പമുള്ള 2 ഇരട്ടി വരുന്ന ലോകം തരാമെന്ന് പറയുമ്പോ, ലോകത്തിന്റെ രക്ഷിതാവേ, പാവമായ നിന്റെ അടിമയെ നീ കളിയാക്കുകയാണോ? അല്ലാഹു പറഞ്ഞില്ല, ഞാൻ കളിയാക്കുകയല്ല. യബ്ന ആദം, നിനക്ക് എന്താണ് തരുന്നതിന് എനിക്കെന്ത് വിഷമമുണ്ട്? ഞാൻ കളിയാക്കുകയല്ല. അല്ലാഹുവിന്റെ ഹബീബ് ഈ ഹദീസ് പറഞ്ഞ് ചിരിച്ചപ്പോ
ആ ചിരിയോടൊപ്പം ചിരിച്ചിട്ടുണ്ട് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അവർ ചിരിച്ചു. എന്നിട്ട് ചോദിച്ചു, എന്നോട് ചോദിക്കുക എന്തിനാ ഞാൻ ചിരിക്കുന്നത്? അവർ ചോദിച്ചു, എന്തിനാ നിങ്ങൾ ചിരിക്കുന്നത്? ഞങ്ങൾ ഇതേ ചോദ്യം മുത്ത് നബിയോടെന്ന് ചോദിച്ചിരുന്നു. മുത്ത് നബിയോട് ചോദിച്ചു, നബിയെ നിങ്ങൾ എന്തിനാ ചിരിച്ചത്? ഫഖാല റസൂലുള്ളാഹ്, നബി തങ്ങൾ പറഞ്ഞു, മിൻ ളഹഖി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹുവിന്റെ ചിരി കണ്ടപ്പോൾ ഞാൻ ചിരിച്ചതാണ്. ഹീന ഖാല, അല്ലാഹുവിനോട് ആ മനുഷ്യൻ പറഞ്ഞില്ലേ, അതസ്തഹ്സിഉ ബി മിന്നി വഅൻത റബ്ബുൽ ആലമീൻ, നീ ലോകരക്ഷിതാവായിട്ട് എന്നെ കളിയാക്കുകയാണോ എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ മറുപടി, ഇന്നി ലാ അസ്തഹ്സിഉ മിൻക, നിന്നെ ഞാൻ കളിയാക്കുകയല്ല, വലാകിന്നി അലാ മാ അശാഉ ഖാദിർ, എനിക്ക് എന്താണോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതൊക്കെ ചെയ്യാൻ കഴിയുന്ന ആളാണ് ഞാൻ എന്ന് റബ്ബ് തആല മറുപടി പറഞ്ഞ് ചിരിച്ചപ്പോൾ ആ ചിരി കൊണ്ടാണ് ഞാൻ ചിരിക്കുന്നതെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബിയുടെ ജീവിതത്തിലെ അവസാനത്തെ ഒരു പുഞ്ചിരിയെ സംബന്ധിച്ച് ഹദീസുകളിൽ കാണാം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഹബീബ് ചിരിച്ച അവസാനത്തെ ചിരി, ചില കണ്ടീഷൻസ് നമ്മൾ മനസ്സിലാക്കണം. തമാശ പറയുമ്പോൾ ഒരുപാട് തമാശ പറഞ്ഞുകൂടാണ്. ഫുൾ ടൈം ജോക്ക് പറ്റൂല, മനുഷ്യന്റെ പേഴ്സണാലിറ്റി നഷ്ടപ്പെടുമെന്നാണ്. അങ്ങനെ പറഞ്ഞുകൂടാ. ഒരു മനുഷ്യന്റെ ഗാംഭീര്യം നഷ്ടപ്പെടും വെറുതെ കുറെ ചിരിച്ചാൽ. പിന്നെ ഒരാളെയും പരിഹസിച്ചുകൊണ്ട് ചിരിച്ചുകൂടാ, അത് പാടില്ലാത്തതാണ്. നുണ പറഞ്ഞ് ചിരിച്ചുകൂടാ, നബി തങ്ങൾ നുണ പറഞ്ഞിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചിരിപ്പിച്ചുകൂടാ, അങ്ങനെ ചെയ്യാൻ പാടില്ല. പരിഹാസം ഉണ്ടായിക്കൂടാ. പിന്നെ ത്വലാഖിനെ സംബന്ധിച്ചും നിക്കാഹിനെ കുറിച്ചും റജഅത്തിനെ കുറിച്ചും തമാശ പറഞ്ഞുകൂടാനാ. സലാസൻ, 3 വിഷയങ്ങൾ, ജിദ്ദുഹുന്ന ജിദ്ദുൻ വഹസ്ലുഹുന്ന ജിദ്ദുൻ, 3 വിഷയങ്ങൾ കാര്യവും കാര്യമാണ്, തമാശയും കാര്യമാണ്. അന്നിക്കാഹു വത്വലാഖു വറജഅ, നിക്കാഹ് ചെയ്യ, ത്വലാഖ് ചെയ്യ, ത്വലാഖ് ചൊല്ലിയ പെണ്ണിനെ തിരിച്ചെടുക്കുക. തമാശയിൽ ത്വലാഖ് ചൊല്ലി എന്ന് പറഞ്ഞാൽ ത്വലാഖ് സംഭവിക്കുന്നതാണ്. അത് കാര്യവും കാര്യമാണ്, തമാശയും കാര്യമാണ്. ത്വലാഖ് ചൊല്ലിയ പെണ്ണിനെ തമാശയെ തിരിച്ചെടുത്തു എന്ന് പറഞ്ഞാലും കാര്യമാണ്, കാര്യത്തിൽ പറഞ്ഞാലും. നിക്കാഹ് അങ്ങനെയാണ്. ഞാൻ 2 സാക്ഷികൾ ഇരിക്കുന്നുണ്ട്, മുമ്പിൽ വെച്ചിട്ട് എന്റെ പെണ്ണിനെ കെട്ടിച്ചെന്നു, ഓൻ പറഞ്ഞു ഞാൻ സ്വീകരിച്ചു, കഴിഞ്ഞിനി ഓൻ ത്വലാഖല്ലാതെ പെണ്ണിനെ ഒഴിവായി കിട്ടൂല എന്നാ. അതുകൊണ്ടാണ് ഉസ്താദ്മാര് കൈ പിടിച്ചിരിക്കുന്നത്. അടുത്തുള്ള വളവന്മാര് ഞാൻ കവിത്തു എന്ന് പറഞ്ഞാലേ വേറൊക്കെ വിഭവം, അതാണ് അനക്കല്ല ഇയാൾക്കാണെന്ന് പറഞ്ഞ് കൈ പിടിച്ചു കൊടുക്കുന്നത്. ജിദ്ദുഹുന്ന ജിദ്ദുൻ വഹസ്ലുഹുന്ന ജിദ്ദുൻ, കാര്യവും കാര്യമാണ്, തമാശയും കാര്യമാണെന്ന. അങ്ങനത്തെ 3 വിഷയം, അതിലൊന്നും തമാശ പറഞ്ഞുകൂടാ, നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഹബീബായ നബി തങ്ങൾ പുഞ്ചിരിച്ച അവസാനത്തെ ഒരു പുഞ്ചിരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. 2 മിനിറ്റ് കൂടെ, 2.5 മിനിറ്റ് കൂടെ എന്റെ മുമ്പിലുണ്ട് ഇൻഷാ അല്ലാഹ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിനോട് അടുക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ കൊച്ചു റൂമിലിരുന്ന് പള്ളിയിലേക്ക് നടക്കാൻ പറ്റാതെ, എന്ന് പറഞ്ഞ വാതിൽ തുറന്ന് അപ്പുറത്തേക്ക് കടക്കാൻ പറ്റാതെ നബി തങ്ങൾ വിഷമത്തിലാണ് സല്ലല്ലാഹു. പനി ബാധിച്ചിരിക്കുന്നു. അന്ന് റബീഉൽ അവ്വൽ 12 ഒരു തിങ്കളാഴ്ച പുലർച്ചെയാണ്. സുബ്ഹി നിസ്കാരത്തിന്റെ സമയമായി. അല്ലാഹുവിന്റെ ഹബീബ് വരുമോ എന്ന് കാത്തിരുന്ന സ്വഹാബികൾ നബിയെ കാത്തിരിക്കുകയാണ്. ഒരുപാട് സ്വഹാബിമാർ സഫ് കെട്ടി കാത്തിരിക്കുന്നുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇമാമിൽ നിന്ന് നിസ്കാരം ആരംഭിച്ചു കഴിഞ്ഞു. കുറച്ച് സ്വഹാബികൾ ഒന്ന് നോക്കുകയാണ്, നബി വരുമോ, നബി തങ്ങൾ വരുമോ, നിസ്കാരത്തിന് നേതൃത്വം നൽകുമോ. 63 വയസ്സല്ലേ ആയുള്ളൂ, 85-ലല്ല നബി തങ്ങൾ വഫാത്താകുന്നത് എന്ന് മനസ്സിലാക്കണം. നബിയുടെ വഫാത്ത് എത്രയാ? 63-ാമത്തെ വയസ്സിലാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരോഗ്യമുള്ള സമയല്ലേ. ആ ഹബീബ് വഫാത്താകാൻ കിടക്കാണ്. ഹബീബിന് എഴുന്നേറ്റ് വരാൻ സാധിക്കുന്നില്ല. വല്ലതും സാധിച്ചിരുന്നെങ്കിൽ മെഹ്റാബിലേക്ക് നബി തങ്ങൾ വന്നേനെ. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ അവസാനത്തെ പുഞ്ചിരി ഈ ഉമ്മത്ത് കാണുന്നത് അപ്പോഴാണ്. അൽ ഇബ്തിസാമത്തുൽ അഖീറ, അവിടുത്തെ ജീവിതത്തിലെ അവസാനത്തെ ചിരിയായിരുന്നു അത്. അന്ന് നബി തങ്ങളുടെ ചെറിയൊരു ജനാലയുണ്ട്, ആയിഷ ബീവിയുടെ റൂമിന്റെ ഒരു ജനൽ. ആ ജനലിന് ചെറിയൊരു കർട്ടനുണ്ട്. ആ കർട്ടൻ നബി തങ്ങൾ ഇങ്ങനെ നീക്കി നോക്കി. അവിടെ നോക്കുമ്പോ അവിടുത്തെ അനുയായികൾ വിവിധങ്ങൾ രോഗിയായി കിടക്കുകയാണെങ്കിലും വീടുകളിൽ നിന്ന് എഴുന്നേറ്റ് വന്നിരിക്കുകയാണ് നിസ്കരിക്കാൻ, സുബ്ഹി നിസ്കാരത്തിന് വന്നിരിക്കാൻ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വന്നിരിക്കാൻ, അള്ളാഹുമായി മനസ്സ് അള്ളാഹുവിന്റെ മുമ്പിൽ തലചായ്ക്കാൻ വേണ്ടി വന്നിരിക്കുന്ന കാഴ്ച കണ്ടിട്ട് ആ ജനലിന്റെ കർട്ടനിങ്ങനെ നീക്കി അനുയായികൾ അവസാനത്തെ നോട്ടം നോക്കുകയാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കർട്ടൻ ഇങ്ങനെ നീക്കിയിട്ട്
സ്വഹാബത്തിന്റെ മുഖത്ത് നോക്കി അല്ലാഹുവിന്റെ ഹബീബെന്ന് പുഞ്ചിരിച്ചു. ആ പുഞ്ചിരി അവസാനത്തെ പുഞ്ചിരിയാണെന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പോലും നനച്ചിരുന്നില്ല. അനുയായികൾ സഫായി നിസ്കരിക്കുന്ന കാഴ്ച കാണുമ്പോൾ എന്റെ ഉമ്മത്തികൾ നിസ്കാരം നിർത്തിയിട്ടില്ലല്ലോ, അവർ നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നുവല്ലോ. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ബിസ്മിക്കല്ലാഹുമ്മ അമൂതു വഅഹ്യാ എന്ന് പറഞ്ഞുറങ്ങി. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ. ഒരു അലാറം പോലും വെക്കാൻ വകുപ്പില്ലാതിരുന്ന കാലത്ത്, ഒരു അലാറം പോലും വെക്കാനില്ലാതിരുന്ന കാലത്ത് തഹജ്ജുദിന് എഴുന്നേൽക്കുന്നവരാണ് സ്വഹാബിമാര്. ഒരു അലാം വെക്കാൻ പോലും സൗകര്യമില്ലാത്ത കാലത്ത് സുബഹിന്റെ മുമ്പേ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് പള്ളിയിൽ വന്ന് തഹജ്ജുദ് നിസ്കരിച്ച് ബാങ്ക് പ്രതീക്ഷിച്ചിരുന്ന് സുബഹിന്റെ സുന്നത്ത് നിസ്കരിച്ച് ജമാഅത്തിന് കാത്തിരിക്കുന്ന സ്വഹാബികളെ കണ്ടിട്ട് ആ 23 കൊല്ലം വളർത്തിക്കൊണ്ടുവന്ന തർബിയത്തിന്റെ പുണ്യം, 23 കൊല്ലം വളർത്തിക്കൊണ്ടുവന്ന പുണ്യം തന്റെ അനുയായികൾ, അഷ്റഫുൽ ഖൽഖിന്റെ അനുയായികൾ നിസ്കാരം കൈവിടിഞ്ഞിട്ടില്ലല്ലോ. അവസാനത്തെ പ്രഭാഷണത്തിൽ ജബലുർ റഹ്മയിൽ അറഫയുടെ കുന്നിന്റെ മുകളിൽ വെച്ച് നിബിധങ്ങൾ പറഞ്ഞ അവസാനത്തെ പ്രഭാഷണത്തിലുണ്ട് അസ്വലാ അസ്വലാ അസ്വലാ, നിസ്കാരം നിലനിർത്തണേ, നിസ്കാരം നിലനിർത്തണേ, നിസ്കാരം നിലനിർത്തണേ എന്ന് അവസാനമായി ഓർമ്മിപ്പിച്ച റസൂലാണിത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാനും ദിവസങ്ങളാണ് കഴിഞ്ഞിട്ടുള്ളത്. അനുയായികൾ നിസ്കാരം നിലനിർത്താൻ വേണ്ടി സുബ്ഹിക്ക് സഫായി നിൽക്കുന്ന ആ കാഴ്ച കണ്ടപ്പോഴാണ് അവസാനത്തെ പുഞ്ചിരി പുഞ്ചിരിച്ചത് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങൾ വിചാരിച്ചു ഹബീബിന് സമാധാനമായിട്ടുണ്ട്, ഞങ്ങൾ കരുതി ഹബീബ് വരും, ഞങ്ങൾ വിചാരിച്ചു ഹബീബ് എഴുന്നേറ്റ് വരും, മിഹ്റാബിലേക്ക് വരും. ഞങ്ങളൊരു സൂചന കൊടുത്തപ്പോഴേക്കും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മിഹ്റാബിൽ നിന്ന് മേലോട്ട് കാല് വലിച്ചിട്ടുണ്ട്, പിറകിലോട്ട് വലിച്ചു നിന്നിട്ടുണ്ട് നബിക്ക് കയറി നിൽക്കാൻ വേണ്ടി. അല്ലാഹുവിന്റെ തീരുമാനം മറ്റൊന്നാണ്. ആ പുഞ്ചിരി തൂകിയ മുത്ത് റസൂൽ, പൂർണ്ണചന്ദ്രന്റെ പ്രഭയുണ്ടായിരുന്ന റസൂൽ, ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലസ്സുറുജി, നബിയെ അങ്ങുള്ള വീട്ടിൽ വേറെ ഒരു വെളിച്ചത്തിന്റെ ആവശ്യമില്ല നബിയെ, പൂർണ്ണ പ്രഭയുള്ള നബിയെ, അൻത നൂറുൻ ഫൗഖ നൂരി, നബിയെ അങ്ങ് പ്രകാശമാണല്ലോ, പ്രകാശത്തിനുമേൽ പ്രകാശമാണല്ലോ നബിയെ. ആ പുണ്യമായ മുഖത്ത് അവസാനം തൂങ്ങി വന്ന പുഞ്ചിരി, അവസാനം ആ ജനലിന്റെ കർച്ചനിങ്ങനെ വലിച്ച് ഹബീബ് തലചായിക്കുന്നത് കണ്ട് സുഹാബിമാർ കരയാൻ തുടങ്ങി. അപ്പോഴേക്കും അല്ലാഹുമ്മ റഫീഖൽ അഅ്ലാ, അല്ലാഹുമ്മ റഫീഖൽ അഅ്ലാ, അല്ലാഹുമ്മ റഫീഖൽ അഅ്ലാ, റബ്ബേ നിന്റെ ഉന്നതമായ നിന്റെ കമ്പാനിയൻഷിപ്പ്, നിന്റെ സാമീപ്യത്തിലേക്ക് എന്നെ ഉയർത്തേണമേ, നിന്റെ തിരുസന്നിധാനത്തേക്ക് എന്നെ കൊണ്ടുപോകണമേ എന്ന് അല്ലാഹുവിനോട് ചോദിച്ച് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ലോകത്തോട് യാത്ര പറയുകയായിരുന്നു. 23 കൊല്ലം മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും എല്ലാറ്റിനും സന്തോഷം കൊടുത്ത നബി നിർജീവ ജീവികൾക്ക് പോലും ഉഹദ് മലയെ നോക്കി, മദീനയിൽ കാണുന്ന ഉഹദ് മലയെ നോക്കി ഹബീബ് പറയുമായിരുന്നു, ഉഹദുൻ യുഹിബ്ബുനാ വ നുഹിബ്ബുഹു, ഉഹദ് മലയോട് നമ്മളോട് സ്നേഹമുണ്ട്, നമുക്ക് ഉഹദ് മലയോട് സ്നേഹമുണ്ട് എന്ന് പറഞ്ഞ നബിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്നേഹവും കാരുണ്യവുമല്ലാതെ മറ്റൊന്നും ഹബീബിന് കൊടുക്കാൻ പറ്റിയിട്ടില്ല. വഅജ്മലു മിൻക ലം തറ ഖത്തു ഐനി വഅഹ്സനു മിൻക ലം തലിദിൻ നിസാഉ ഖുലിഖത മുബറഅൻ മിൻ കുല്ലി ഐബിൻ കഅന്നക ഖദ് ഖുലിഖത കമാ തശാഉ സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഹബീബിന്റെ ഹദീസോടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അഫ്ളലുൽ ഇബാദത്തി അഖ്റബുത് ത്വാഅത്തി, ഏറ്റവും അല്ലാഹുവിന് ഇഷ്ടമുള്ള ഇബാദത്തുകളിൽപ്പെട്ടത് ഇദ്ഖാലുസ് സുറൂർ, മനുഷ്യരുടെ മനസ്സിലേക്ക് സ്നേഹം കൊടുക്കലാണ്, മനുഷ്യരുടെ മനസ്സിലേക്ക് സന്തോഷം കൊടുക്കലാണ്. അല്ലാഹു
അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ജോലി എന്ന് പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് സന്തോഷത്തിന്റെ മുഹൂർത്തമാണ്. അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യാനുള്ള മഹത്തായ ഒരു പള്ളി വളരെ മനോഹരമായി അണിഞ്ഞൊരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. ഇബാദത്തുകളെ കൊണ്ട് സജീവമാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ നാടിലും പരിസര പ്രദേശങ്ങളിലും സമാധാനവും ശാന്തിയും പ്രസരിക്കാൻ നമ്മുടെ ഈ മസ്ജിദ് നിമിത്തമാവട്ടെ. അല്ലാഹു തആല ഒരുപാട് ആളുകൾക്ക് ഹിദായത്തിനും സന്മാർഗത്തിനും നിമിത്തമാക്കുന്ന ഒരു മഹാപ്രസ്ഥാനമായി അല്ലാഹുവിനെ വളർത്തിക്കൊണ്ടുവരട്ടെ. അല്ലാഹുവിന്റെ കരുണയും അവന്റെ റഹ്മത്തും അല്ലാഹുവിന്റെ റഹ്മത്തും നഫഹാത്തും ഈ നാട്ടിലും നമ്മുടെ പരിസര പ്രദേശങ്ങളിലും വിശിഷ്യ പള്ളിക്ക് വേണ്ടി അധ്വാനിച്ചവർ, അതിനുവേണ്ടി സംഭാവന ചെയ്തവർ, അതിനുവേണ്ടി യാത്ര പോയവർ, അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടവർ എല്ലാവർക്കും ആണുങ്ങളും പെണ്ണുങ്ങളുമായി വിവിധ പ്രദേശങ്ങളിലുള്ള ഇതിന്റെ സഹകാരികൾക്കെല്ലാം അല്ലാഹു തആല രണ്ട് ലോകത്തിന്റെയും ഖൈർ അല്ലാഹു നൽകട്ടെ. ഭൂമിക്ക് മുകളിലും ഭൂമിക്ക് താഴെയും അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. നാളെ അവന്റെ ജന്നത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഇതിനെ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. അല്ലാഹു ഞങ്ങളുടെ രോഗികൾക്ക് നീ ശിഫ നൽകണേ റബ്ബേ. ഞങ്ങളുടെ പ്രയാസമുള്ളവരുടെ പ്രയാസം നീക്കിത്തരണേ റബ്ബേ. ഞങ്ങളുടെ കടങ്ങൾ നീ വിട്ടുതരണേ പടച്ചവനെ. മാനസിക ബുദ്ധിമുട്ടുകൾ നീക്കിത്തരണേ റബ്ബേ. ഞങ്ങളുടെ മനസ്സിലും മുഖത്തും സന്തോഷം തരണേ റബ്ബേ. ജീവിതത്തിൽ സന്തോഷം തരണേ റബ്ബേ. മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുന്നവരാക്കണേ പടച്ചവനെ. അല്ലാഹു ഫിത്നയും ഫസാദും തെറ്റിദ്ധാരണകളും പരത്തുന്ന ആളുകൾക്ക് നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹു നിന്റെ ദീനിനെ ശരിയായ വിധത്തിൽ അറിയാനും പഠിക്കാനും പഠിപ്പിക്കാനും മനസ്സിലാക്കാനും അമൽ ചെയ്യാനുമുള്ള തൗഫീഖ് ഞങ്ങൾ എല്ലാവർക്കും നീ നൽകണേ റഹ്മാനെ.